ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയത് എപ്പോൾ? ഉത്തരം: ഹിജാബിന്റെ ആയത്തിന് മുമ്പ്. ചോദ്യം: ഹിജാബിന്റെ ആയത്തുകൾ എത്ര ഘട്ടങ്ങളായിട്ടാണ് ഇറങ്ങിയത്? ഉത്തരം: 3 ഘട്ടം. ചോദ്യം: പർദ്ദ 3 ഘട്ടമായാണ് അവതരിച്ചത്. ഏതൊക്കെ? ഉത്തരം: 1. സ്ത്രീകളോട് മുഖം മറയ്ക്കണമെന്ന കൽപ്പനയാണ് 1-ാം ഘട്ടം. 2. സ്ത്രീകളുടെയും അന്യപുരുഷന്മാരുടെയും ഇടയിൽ മറ താഴ്ത്തിയിടാനുള്ള കൽപ്പന 2-ാം ഘട്ടം. 3. അനിവാര്യവും അംഗീകൃതവുമായ കാര്യങ്ങൾക്കല്ലാതെ സ്വഭവനങ്ങളിൽ നിന്ന് സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ലെന്ന നിർദ്ദേശം. ചോദ്യം: അവസാനമായി ഇറങ്ങിയ ഹിജാബിന്റെ ആയത്ത് ഏത്? ഉത്തരം: നിങ്ങൾ സ്ത്രീകൾ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുക. ജാഹിലിയ യുഗത്തിലെ സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ അഴിഞ്ഞാടരുത്. ചോദ്യം: ഈ ആയത്ത് ഏത് വർഷമാണ് ഇറങ്ങിയത്? ഉത്തരം: ഹിജ്റ 10-ാം വർഷം, ഹജ്ജത്തുൽ വിദാഇൽ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന പുത്രൻ മരിച്ച ദിവസം ഗ്രഹണമുണ്ടായപ്പോൾ അന്ന് പള്ളിയിൽ സ്ത്രീകളുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഉത്തരം: ഇത് ഹിജ്റ 10-ാം വർഷം റബീഉൽ അവ്വലിലാണ്. ചോദ്യം: അള്ളാഹുവിൻ്റെ അടിയാത്തികൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ അവരെ തടയരുത് എന്ന നബിവചനം സ്ത്രീക്ക് പള്ളിയിൽ പോകാമെന്നാണോ? ഉത്തരം: ഇത് ഹിജാബിന്റെ ആയത്തിന് മുമ്പ് പറഞ്ഞതാണ്. ചോദ്യം: ഈ ഹദീസിന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വിവക്ഷ എന്ത്? ഉത്തരം: അള്ളാഹുവിൻ്റെ എല്ലാ പള്ളികളെ തൊട്ടും സ്ത്രീകളെ തടയപ്പെടരുതെന്നും മസ്ജിദുൽ ഹറാമിൽ ഹജ്ജ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവേശമാകാമെന്നും ആണ്. ചോദ്യം: അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം പോലും തുറന്നിടാൻ പാടില്ലെന്ന് പറഞ്ഞ ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ അഹ്സാബ് 59. ചോദ്യം: സ്ത്രീകൾ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്ന് പറയുന്ന ആയത്ത് ഏത്? ഉത്തരം: സൂറത്തു അൻ-നിസാ 32. ചോദ്യം: വീടിൻ്റെ ഉള്ളറയാണ് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? ഉത്തരം: ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹ. ചോദ്യം: പള്ളിയുമായി ബന്ധപ്പെട്ടത് പുരുഷന്മാരാണെന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഏവ? ഉത്തരം: സൂറത്ത് അത്തൗബ 108, സൂറത്ത് അന്നൂർ 36, 37.